സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാധാരണഗതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് കാണുമ്പോൾ, പ്രത്യേകിച്ചും ഇഞ്ചുറി ടൈമൊക്കെ വരുമ്പോൾ, കളി തീരാൻ നേരം ഇങ്ങോട്ടേക്കൊരു ഗോൾ വാങ്ങി തോക്കുന്ന സിറ്റുവേഷൻസാണ്, മാച്ചസാണ് നമ്മൾ കൂടുതലും റീസെൻ്റ് ആയിട്ട് കണ്ടുള്ളത്. വളരെ കാലങ്ങൾക്ക് ശേഷം ഇഞ്ചുറി ടൈമിൽ കളി തീരാൻ അവസാനിക്കാൻ നേരം അങ്ങോട്ടേക്കൊരു ഗോൾ അടിച്ച് വിജയിക്കുന്ന ഒരു മാച്ച് കാണാൻ സാധിച്ചിരിക്കുകയാണ്. ഒഡീഷ എഫ് സിക്കെതിരെ 2-3 ഗോളുകൾ അടിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 2025 രണ്ടാമത്തെ വിജയവും രണ്ടാമത്തെ മാച്ചിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആൻഡ് സ്റ്റാറെ പോയതിനു ശേഷം നമ്മുടെ ഇൻട്രീം കോച്ചുമാർക്ക് ഇത് 3ാമത്തെ വിജയമാണ്. ഇതോടുകൂടി 20 പോയിന്റ്സ് സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് പ്ലേ ഓഫിലുള്ള ടീമായിട്ട് വെറും 3 പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള. സോ എന്തുകൊണ്ടും സന്തോഷിക്കാവുന്ന. അതുപോലെ തന്നെ നമ്മളൊരു മാച്ചിലേക്ക് വരാണെങ്കിൽ പോലും ഈ ഒരു മാച്ചിലൊരു വലിയ രീതിയിൽ അറ്റാക്കിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ആ ഒരു ആധിപത്യം നേടിയിട്ട് തന്നെയാണ്, അർഹിച്ച വിജയം തന്നെയാണ് ഈ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തതെന്ന് പറയാം. റീസെൻ്റ് ആയിട്ടുള്ള മാച്ചസ് നമ്മൾ നോക്കുമ്പോൾ ഇത്രയധികം കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് വിജയിച്ചിട്ടുള്ളൊരു മാച്ച് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ കുറവായിരിക്കും. സോ ആ ലെവലിൽ നമുക്കൊരു എന്തുകൊണ്ടും 3 പോയിന്റ്സ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വളരെയധികം നിരാശയിലേക്ക് പോകാവുന്ന രീതിയിലാണ് ഈ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് പെർഫോമൻസ് വന്നത്. പക്ഷേ അവിടെയും 2 ഗോൾ നമ്മൾ തിരിച്ച് വഴങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ സീസണിൻ്റെ തുടക്കത്തിലും സീസണിലുടനീളം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എത്ര നല്ല അറ്റാക്ക് ഉണ്ടെങ്കിലും, എത്ര കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും, അറ്റാക്കിംഗ് മാച്ച് നമ്മൾ എത്ര അധികം ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നല്ലൊരു ഡിഫൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ പോകും. ആ ഒരു ലെവലിൽ വീണ്ടും ഒരു സമനിലയിലേക്ക് പോകാമായിരുന്ന ഒരു മാച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന നിമിഷം ആ ഗോളിലൂടെ വിജയത്തിലേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഈ മാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യൻ ഡിഫൻസ് വെച്ച് കളിച്ചിട്ടുള്ള ഒരു മാച്ചാണ്. ആൻഡ് ആ ഡിഫൻസിലേക്ക് വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാം തികഞ്ഞൊരു ഡിഫൻസ് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന ഒരൊറ്റ ബോൾ, ഒരൊറ്റ ഓൺ ടാർഗറ്റ്, അത് ഗോളിലാണ് അവസാനിച്ചത്. ആ സിറ്റുവേഷനിൽ നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ, പ്രത്യേകിച്ചും പ്രീതം കോട്ടാലിൻ്റെ ഒരു അഗ്രസീവ് ആയിട്ട് ഡിഫൻഡിങ് നമുക്ക് അവിടെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പറയാം, നമ്മുടെ തന്നെ ഒരു മിസ് കൊണ്ട് നമ്മൾ തന്നെ ഓപ്പണന്റിനെ കൊടുത്ത ഒരു ഗോൾ തന്നെയാണത്. സോ ആ ലെവലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ഗോൾ വഴങ്ങുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു പതിവ് കാഴ്ച നമ്മൾ ഇവിടെയും കാണുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ 2 ഗോൾ അടിച്ച് തിരിച്ച് വരുന്നുണ്ടെങ്കിലും വീണ്ടും നമുക്ക് ആ ഒരു ഡിഫൻസിൽ വന്നിട്ടുള്ള ഒരു പിഴവ്, ഇവിടെ പ്രത്യേകിച്ചും ഗോൾ കീപ്പറിൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, അവിടെ പഞ്ച് ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള ശ്രമം, കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമം, വീണ്ടും ഓപ്പണന്റിന് ഒരു ചാൻസായി മാറുന്ന അതേ പാറ്റേണിൽ തന്നെയുള്ള ഒരു മിസ് വീണ്ടും കാണുന്നുണ്ട്. അത് ഒഡീഷ എഫ് സി മുതലാക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ആ ഒരു മാച്ചിൻ്റെ ഹാഫ് ടൈമിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡോമിനൻസ് ഉണ്ട്. അറ്റാക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയ്ഡുകൾ നമ്മൾ നടത്തുന്നുണ്ട്, ഓപ്പണന്റ് ഹാഫിലേക്ക് എത്തുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഫിനിഷിങ്ങിന്റെ പിഴവ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ബോക്സിനകത്തേക്കുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ, അത് ഓൺ ടാർഗറ്റിലേക്ക് വരുന്ന ഷോട്ടുകളുടെ എണ്ണം കുറവായിരുന്നെങ്കിലും അറ്റാക്കിംഗ് വൈസ് നമ്മൾ തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് ഗോളുകൾ വഴങ്ങുന്ന അല്ലെങ്കിൽ ആ ലെവലിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ അത്തരത്തിലുള്ള പിഴവുകൾ നമ്മൾ കാണുന്നുണ്ട്. സോ ഒരു പതിവ് ബ്ലാസ്റ്റേഴ്സ് വരുത്തുന്ന പിഴവുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതിലൂടെ വഴങ്ങിയ ഗോളുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൊണ്ടും കേരള സൈഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഗെയിമായിട്ട് തന്നെയാണ് ഇത് മാറിയത്. അതിൻ്റെ ഈ മാച്ചിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നോവയെ ഫോക്കസ് ചെയ്യുന്ന, ലെഫ്റ്റ് വിങ്ങിനെ ഫോക്കസ് ചെയ്യുന്ന അറ്റാക്സ്, അത് ബ്ലാസ്റ്റേഴ്സിന്റെ മൂവ്മെന്റ്സ് പല സമയത്തും പ്രഡിക്റ്റബിൾ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബ്ലാസ്റ്റേഴ്സ് വരുത്തിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നോവയെ ഒരു ഫോക്കസ് ആക്കിക്കൊണ്ട് തന്നെ, നോവ എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് മാൻ ആക്കിക്കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് പന്തുകൾ എത്തിക്കുന്ന ഒരു പ്ലെയർ ആക്കിക്കൊണ്ട് തന്നെ ലെഫ്റ്റ് വിങ് ഡിപ്പെൻഡൻസി കുറച്ചൊക്കെ ഒഴിവാക്കിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സാധാരണ കാണുന്ന ആ ഒരു ലെഫ്റ്റ് വിങ് ഡിപ്പെൻഡൻസി ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്, അറ്റാക്കിംഗ് മൂവ്മെന്റ്സ് വന്നിട്ടുള്ള ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് ലെഫ്റ്റിൽ കുറവായിരുന്നു. അതേസമയം റൈറ്റ് വിങ് കുറച്ചുകൂടി ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നോവ സദോവിന് കൊടുത്തിട്ടുള്ള ഒരു പൊസിഷനിങ്, അവിടെ അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അദ്ദേഹം പാസ് റിസീവ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, സാധാരണ മാച്ചുകൾ നമ്മൾ കൂടുതലും ലെഫ്റ്റ് വിങ്ങിൽ, ലെഫ്റ്റ് എക്സ്ട്രീംസിൽ വെച്ച് പന്ത് റിസീവ് ചെയ്യുന്ന നോവയാണ് പല സമയത്തും കാണുന്നത്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് വിങ്ങിൽ റിസീവ് ചെയ്യുന്ന നോവയെ കാണുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം കുറച്ചുകൂടി ഇൻസൈഡിലേക്ക് കയറുന്നുണ്ട്, റൈറ്റ് വിങ്ങിലേക്ക് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, അവിടെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്വിച്ചിങ് ചെയ്യുന്നുണ്ട്. സോ അത് ഈ ഒരു മാച്ചിൽ 2 രീതിയിലാണ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. ഒന്നാമത്തേത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലെഫ്റ്റ് വിങ്ങിനെ ആശ്രയിക്കുന്ന ആ ഒരു പരിപാടി കുറച്ചൊന്ന് കുറഞ്ഞു. അവിടെ ലെഫ്റ്റ് വിങ്ങിലൂടെ തന്നെ വരുന്ന മുന്നേറ്റങ്ങൾ, അതിലൂടെ വരുന്ന അറ്റാക്കിംഗ് പെർസെൻറ്റേജിന് കുറച്ച് കുറവ് വന്നു. അതുപോലെ തന്നെ നോവയ്ക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട്, കുറച്ച് പന്ത് എളുപ്പം കിട്ടാനും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇൻസൈഡിലേക്കൊക്കെ വരാനും ആ ഒരു കോൺഫിഡൻസ് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. സാധാരണഗതിയിൽ നോവ തുടക്കത്തിൽ കുറേ അധികം ഈ പറഞ്ഞ പോലെ ബ്ലോക്സിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാക്കിൾസിലേക്കും പന്ത് ഓപ്പണന്റ് സ്വന്തമാക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു മാച്ചിൽ ഉടനീളം ആ ഒരു കോൺഫിഡൻസ് ഡൗൺ ആവുന്ന രീതിയിൽ നമ്മൾ നോവയെ കാണാറുണ്ട്. പക്ഷേ ഈ മാച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് മിനിറ്റിൽ ആ ഗോൾ നോവയിലൂടെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു മാച്ചിൽ അത് ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് നോവയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് പന്തുകൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിങ്, ആ ഒരു ഇൻസൈഡിലേക്കും റൈറ്റ് വിങ്ങിലേക്കൊക്കെ കൂടുതലായിട്ട് അദ്ദേഹം പൊസിഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പന്ത് റിസീവ് ചെയ്ത് അവിടെ നിന്ന് കളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആ ലെഫ്റ്റ് വിങ് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ വരുന്ന പ്രെഡിക്റ്റബിൾ മൂവ്മെൻറ്റ്സിന് കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് വിങ്ങിൽ നോവയെ അല്ലാതെ ഈ പറഞ്ഞ കോറൂസിങ്ങിൻ്റെ പെർഫോമൻസും ഈ ഒരു മാച്ചിൽ വളരെയധികം എടുത്തു പറയുന്നതാണ്. ആ ഫസ്റ്റ് ഗോൾ വന്ന നമ്മുടെ ആ ഒരു സമനില നേടി
നേടിക്കൊടുത്ത പെപ്രയിലേക്ക് എത്തിച്ച ആ ഒരു ത്രൂ ബോൾ ആൻഡ് ആ ബോൾ മാത്രമല്ല, ആ ഒരു അസിസ്റ്റ് മാത്രമല്ല, ആ ഒരു മാച്ചിലുടനീളം അതിലേക്ക് എത്തുന്ന പന്തുകൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പറ്റി പറയുന്ന കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ സിമ്പിളായിട്ട് കളിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ്, അദ്ദേഹം എടുക്കുന്ന ഒരു ടേണ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം അത് വളരെ എഫക്റ്റീവായിട്ട് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ആ ഒരു ഗെയിം സ്റ്റൈലിലേക്ക് അത് മാറുന്നുണ്ട്. ചില പന്തുകൾ അദ്ദേഹം റിസീവ് ചെയ്ത് ഒരു ഒറ്റ ടേണിൽ ആ ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്ത് ഓപ്പണൻ്റ് ഹാഫ് വരെ എത്തിക്കുന്നുണ്ട്. ആൻഡ് ചില ഡ്രിബിളുകൾ ഈസി ആയിട്ട് ഓപ്പണൻ്റ് റിസീവ് ചെയ്യും അല്ലെങ്കിൽ ഓപ്പണൻ്റ് റിക്കവർ ചെയ്യും എന്ന് കരുതുന്ന പന്തുകൾ അദ്ദേഹം ചില ബോഡി മൂവ്മെൻറ്റ് കൊണ്ടും ബോഡി ഇട്ടിട്ടുള്ള ചില ഫേക്സ് കൊണ്ടൊക്കെ ആ പ്ലെയറിനെ മറികടന്നിട്ട് ആ പന്ത് അപ്പുറത്തേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു പാസിലേക്ക് അത് മാറ്റുന്നത്, അതെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് റൈറ്റ് വിങ് കുറച്ചുകൂടി സജീവമാക്കി നിർത്താൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, റൈറ്റ് വിങ്ങിൽ ക്രോസിങ്ങിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിലേക്ക് പന്തുകൾ എത്തിക്കണം, ആ ഒരു സൈഡ് നമ്മൾ ഫോക്കസ് ചെയ്യണം, അതിലൂടെയുള്ള അറ്റാക്സും വരണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഗോള് പെപ്ര ആ ഒരു ത്രൂ ബോൾ റിസീവ് ചെയ്ത് നേടിയ ഒരു ഫസ്റ്റ് ഗോൾ നമുക്ക് നേടാൻ പറ്റുന്നത്. സോ ആ ലെവലിൽ ഈ പറഞ്ഞ പോലെ നോവ എന്ന് പറയുന്ന പ്ലെയറിനെയും ലെഫ്റ്റ് വിങ് എന്ന് പറയുന്ന ആ ഒരു സൈഡിനെയും അധികമായി ഡിപ്പെൻഡ് ചെയ്യാതെ റൈറ്റ് വിങ്ങിനെയും പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു മാച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു മാച്ചിൽ കിട്ടിയിട്ടുമുണ്ട്. ആൻഡ് കളിയുടെ തുടക്കത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, കൊയ്ഫിനെ ആ ഒരു സെൻട്രൽ മിഡ് അല്ലെങ്കിൽ ആ ഒരു പന്ത് സപ്ലൈ ചെയ്യുന്ന ആ ഒരു പരിപാടി ആ ഒരു ഡ്യൂട്ടിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കുറച്ചുകൂടി അധികം ഇൻവോൾവ് ആവുന്നത് നമ്മൾ സാധാരണ കാണാത്ത കൊയ്ഫിൻ്റെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വർക്ക് റേറ്റ് എടുക്കുന്ന ഇൻവോൾവ് ആവുന്ന രീതിയിൽ കൊയ്ഫിനെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ സെൻറ്റർ ബാക്കിൽ നമ്മളൊരു ഫോറിൻ പ്ലെയറിനെ പ്ലേസ് ചെയ്യുമ്പോൾ മിലോസ് ആയാലും കൊയ്ഫ് ആയാലും അവരുടെ സെൻറ്ററിലേക്കുള്ള പാസുകൾ, ഗ്യാപ്സ് പിക്ക് ചെയ്യാനുള്ള പാസുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യൻ സെൻറ്റർ ബാക്സ് വന്നപ്പോൾ, പ്രീതവും ഹോർമി വന്നപ്പോൾ അവരുടെ പാസുകൾ കുറച്ചുകൂടി വിങ്ങിലേക്ക് അല്ലെങ്കിൽ വൈഡിലേക്കാണ് പോയത്. ഇൻസൈഡിലേക്കുള്ള പാസുകൾ കുറവായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ വിപിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഫ്രെഡിൽ നിന്നോ അല്ലെങ്കിൽ ദാനിഷ് ഫാറൂഖിൽ നിന്നോ കാണാത്ത തരത്തിലുള്ള പാസുകൾ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചും അത് വിങ്ങിലേക്ക് ഉണ്ടാവും. പക്ഷേ അല്ലാത്ത രീതിയിൽ തന്നെ ചില സമയത്ത് അദ്ദേഹം റൈറ്റ് വിങ്ങിലേക്ക് പോയിട്ട് ഒരു ക്രോസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ആ ലെവലിൽ പാസ് ഫ്രണ്ടിലേക്ക് വച്ചു കൊടുക്കാൻ നമ്മൾ സ്ഥിരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സെൻട്രൽ മിഡ്, ഡിഫൻസീവ് മിഡിൽ നിന്നുള്ള പാസുകൾ, ഫ്രണ്ടിലേക്ക് അറ്റാക്കിലേക്കുള്ള സെൻറ്ററിൽ നിന്ന് വരുന്ന പാസുകൾ, അത് കുറച്ചധികം നമ്മൾ സാധാരണ ഇന്ത്യൻ പ്ലേയേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് കൊയ്ഫിൽ നിന്ന് കാണാൻ സാധിച്ചത്. സോ അതും ഈ ഒരു മാച്ചിൽ കുറച്ചുകൂടി നമ്മൾ ആ ഒരു വിങ്ങിലേക്ക് അധികമായിട്ട് ആശ്രയിക്കാതെ സെൻട്രലിലൂടെ മുന്നേറ്റങ്ങൾ വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ സെൻട്രൽ മിഡ് അല്ലെങ്കിൽ CMF അവരുടെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഈ മാച്ചിൽ ഫ്രെഡിയുടെ ആ ഒരു ഇൻഫ്ലുവൻസിനെ പറ്റിയും എടുത്തു പറയണം. കഴിഞ്ഞ മാച്ചിൽ ഹീറോ ഓഫ് ദി മാച്ച് കിട്ടിയ ഒരു പ്ലെയറാണ്. ആൻഡ് ഈ മാച്ചിലേക്ക് വരുമ്പോഴും ഡിഫൻസീവ്ലി പക്ക നീറ്റായിട്ട് അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില റിക്കവറീസ്, ബോഡി ഉപയോഗിച്ചിട്ടുള്ള പന്ത് ഹോൾഡ് ചെയ്യുന്നതും ഷീൽഡ് ചെയ്യുന്നതും ആ പന്ത് റിക്കവർ ചെയ്യാനുള്ള മൂവ്മെൻറ്റ്സ്, ആ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് ഡിസ്ട്രോയർ എന്ന രീതിയിൽ ആക്ട് ചെയ്യാൻ പല സമയത്തും ഫ്രെഡിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. സോ കണ്ടിന്യൂസ് ആയിട്ട് നല്ല പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ നോട്ടീസ് ചെയ്യേണ്ട, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ഫ്രെഡിയിൽ നിന്ന് ഈ ഒരു മാച്ചിലും വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സീസണിൽ ഉടനീളം നമ്മൾ ഫോം ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എവിടേക്കോ പഴയ പ്രൈം ലൂണയെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പല കണക്കുകൾ നമ്മളിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അസിസ്റ്റ് രൂപത്തിലാണെങ്കിലും ചാൻസസ് ക്രിയേഷൻ രൂപത്തിലാണെങ്കിലും ആ ഒരു കാര്യത്തിലൊക്കെ ലൂണ ഇപ്പോഴും സ്റ്റിൽ അവിടെയൊക്കെ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. ആ ലെവൽ തന്നെയാണ് ഈ ഒരു മാച്ചിലും ലൂണയുടെ പെർഫോമൻസ് വന്നിട്ടുള്ളത്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ 1v1 സിറ്റുവേഷൻസിലും ബോക്സിനകത്ത് ചില ഡേഞ്ചറസ് സിറ്റുവേഷൻസിലൊക്കെ അദ്ദേഹം എത്തിപ്പെടുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് പഴയ ലൂണയിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ജംഷഡ്പൂർ FCക്കെതിരെ ആദ്യ സീസണിൽ സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗിൽ അദ്ദേഹം നേടുന്നൊരു ഗോളുണ്ട്. അവിടെ എല്ലാം ആ ഒരു ഇൻറ്റൻഷൻ, ആ ഒരു ബോക്സിനകത്തേക്ക് ഒരു ഷോട്ട് എടുക്കാനുള്ള ഒരു ഇൻറ്റൻഷൻ ലൂണക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചില സിറ്റുവേഷൻസിൽ ബോക്സിനകത്തേക്ക് വരുമ്പോൾ അത് ഫോഴ്സ്ഫുള്ളി അദ്ദേഹം പാസിലേക്ക് മാറ്റാൻ ഓൾറെഡി തീരുമാനിച്ചുറപ്പിച്ചിട്ട് അങ്ങനെ പാസ് കളിക്കാൻ ശ്രമിച്ച് ഫെയിൽ ആവുന്ന സിറ്റുവേഷൻസ്, ഫോഴ്സ്ഫുള്ളി ഈ 1-on-1 സിറ്റുവേഷൻസിൽ പാസിലേക്ക് മാറിയിട്ട് അത് ഫെയിൽ ആവുന്ന ആ ഏരിയാസിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു, ആ പഴയ ലൂണയുടെ മിസ്സിങ്. പക്ഷേ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പന്ത് സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ എല്ലാം ലൂണ പഴയ ലൂണായിട്ട് തന്നെ തുടരുന്നുണ്ട്. അവിടെ അദ്ദേഹം ഈ മാച്ചിലും ഒരു പ്രീ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോവയിലേക്ക് വെച്ച് കൊടുത്ത ആ ഒരു രണ്ടാമത്തെ ഗോള്, നമ്മുടെ ഹേസൂസ് നേടിയ ഒരു ഗോളിലേക്ക് വെച്ച് കൊടുത്തുള്ള പന്ത്, അതുപോലൊരു സിറ്റുവേഷനിൽ അദ്ദേഹം ബോക്സിനകത്തേക്ക് മറ്റൊരു പന്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാച്ചിലും ചാൻസസ് ക്രിയേറ്റ് ചെയ്ത കാര്യത്തിൽ ലൂണയും മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ബോക്സിനകത്ത് കുറച്ചുകൂടി ഡേഞ്ചർ ആവണം, കുറച്ചുകൂടി ഷോട്ട് അടിക്കാനുള്ള ഇൻറ്റൻഷൻ, പാസ് വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചൊന്ന് മാറ്റി ഷോട്ടുകൾ കൂടി അദ്ദേഹം എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പഴയ ലൂണയെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് 100% നമുക്ക് ഈ സീസണിൽ വീണ്ടും കാണാൻ സാധിച്ചേക്കും. മറ്റൊരു പോസിറ്റീവായുള്ള കാര്യം, പരിക്ക് മാറി തിരിച്ചു വരുന്ന ഹേസൂസ് ആണ്. അദ്ദേഹം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് വീണ്ടും അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 10ാമത്തെ ഗോൾ ഈ സീസണിലെ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. സോ കൃത്യമായ പൊസിഷനിൽ കൃത്യമായ സ്ഥലത്തെത്തി അത് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ മാച്ചിൽ ഹേസൂസ് മാറുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ സേവനം നമുക്ക് ഇനി അങ്ങോട്ടുള്ള മാച്ചുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പരിക്ക് മാറി, സാധാരണഗതിയിൽ പരിക്ക് മാറി വരുന്ന പ്ലേയേഴ്സിന് വീണ്ടും പെർഫോമൻസിൻ്റെ ഇഷ്യൂസ് കാണാറുണ്ട്. പക്ഷേ ഗോൾ ഫസ്റ്റ് മാച്ച് തന്നെ നേടാൻ സാധിച്ചത് അതിന് വീണ്ടും കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും. സ്ട്രൈക്കറായിട്ടുള്ള പെപ്ര തുടക്കത്തിൽ എവിടേക്കോ ഒരു മാറ്റത്തിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു സൂചനയൊക്കെ തരുന്നുണ്ടായിരുന്നു. ചില സിറ്റുവേഷൻസിൽ ഒരു ക്ലിനിക്കൽ അല്ലാത്തത്, ബോക്സിനകത്ത് കിട്ടുന്ന പന്തുകൾ കുറച്ച് ഡേഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് അദ്ദേഹം ഫസ്റ്റ് മാറുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് ആ സമനില ഗോൾ, ആ ഒരു മെയിൻ സ്ട്രെങ്ത് ആയിട്ടുള്ള പേസ് കൊണ്ട് ആ ഒരു പന്ത് ഓടിയെടുത്ത് ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്ത് ആ ഒരു ഫിനിഷിങ്ങിലൂടെ തന്നെ ആ ഒരു സമനില ഗോൾ നേടിയെടുക്കാൻ പെപ്രയ്ക്കും സാധിച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ലൂണയെ ആ ഒരു സെൻട്രൽ മിഡ് ആ ഒരു ഫ്രെഡിക്കൊപ്പം പ്ലേസ് ചെയ്തിട്ട് പെപ്രയും അതുപോലെ തന്നെ ഹേസൂസും നോവയും ആ ഒരു ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ആ ഒരു ലൈനപ്പ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടൊക്കെ തോന്നിയിരുന്നു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പക്ഷേ ലൂണ കുറച്ച് ഇറങ്ങിപ്പോകും, ലൂണയുടെ പോഷൻ കുറച്ച് ഡ്രോപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ് ഈ ഒരു സമയത്തുള്ള പ്രശ്നം. ആൻഡ് അതിനുശേഷം വിപിൻ മോഹനൻ ആ ഒരു സെൻട്രലിലേക്ക് വന്നിട്ട് ലൂണയെ വീണ്ടും പഴയ പോസ്റ്റിൽ കാണുന്നുണ്ട്. സോ പോസിബിലിറ്റീസ് ആണ് ഈ പറഞ്ഞ പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന. ഈ പറഞ്ഞ പോലെ ഒരു മാച്ചിൽ ലൈനപ്പിൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ആ ഒരു ഫ്രണ്ടിൽ ഫുൾ ഫോറിൻ പ്ലേയേഴ്സിനൊക്കെ ഇറക്കി കളിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു പോസിബിലിറ്റി നമുക്ക് ഈ ഒരു മാച്ചിൽ വീണ്ടും തുറന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഡിഫൻസ്, ഇന്ത്യൻ ഗോൾ കീപ്പർ ആ ഒരു ഏരിയയിൽ വരുന്ന മിസ്സുകൾ അതുകൂടി പരിഹരിക്കേണ്ടതുണ്ട്. നമ്മൾ ഡിഫൻസീവിൽ കുറച്ച് കൺട്രോളായിട്ടും ഹൈലൈൻ ഉപേക്ഷിച്ചും ഈ പറഞ്ഞ ഡിഫൻസീവിൽ കുറച്ച് ഇറക്കിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മിസ്പ്ലേസ്ഡ് ആവുന്ന സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഡിഫൻസീവിൽ വരുന്ന വലിയ രീതിയിലുള്ള ഓപ്പണൻസിന് ഗ്യാപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്പേസ് ഒന്നും നമ്മളിപ്പോൾ നിലവിൽ ഡിഫൻസ് കാണുന്നില്ല. പക്ഷേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്ന കാര്യം ആ ഡിഫൻസിൽ വരുന്ന സില്ലി മിസ്റ്റേക്സ് ആണ്. നവോച്ച സിംഗും എയ്ബാൻ തോഹ്ലിംഗും ആണ് ഈ മാച്ചിൽ ഫുൾ ബാക്ക് പൊസിഷൻസിൽ കളിച്ചത്. അവർ ഡിഫൻസീവ്ലി ഓക്കെ ആയിരുന്നു. നവോച്ച സിംഗ് ഒഫൻസീവ്ലിയും അത്യാവശ്യം നന്നായിട്ട് വരുന്നു. പക്ഷേ ഈ മാച്ചിൽ ഒഫൻസീവ്ലി അത്ര നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എയ്ബാൻ തോഹ്ലിംഗിന് സാധിച്ചില്ല. പകരം വന്ന നമ്മൾ സന്ദീപ് സിംഗിനാണെങ്കിലും ഡിഫൻസീവ്ലി ഇമ്പോർട്ടൻ്റ് ആയുള്ള സിറ്റുവേഷൻസിൽ ഒരു ഗോളിൻ്റെ രൂപത്തിൽ അത് മിസ്സിലേക്ക് മാറുന്നുണ്ട്. സോ ഡിഫൻസീവ്ലി നമ്മൾ ഇനിയും മെച്ചപ്പെടാനുണ്ട്. അനാവശ്യമായിട്ട് വരുത്തുന്ന ആ മിസ്സുകൾ, ഇൻഡിവിജ്വൽ എറേഴ്സ്, അഗ്രസീവ്നെസ്സിൻ്റെ പ്രശ്നം, ഗോൾ കീപ്പിങ്ങിൻ്റെ പിഴവുകൾ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാക്കി മാറാൻ സാധിക്കുന്ന ലെവലിൽ ടീമിൻ്റെ പെർഫോമൻസ് വന്നേക്കും. എന്തായാലും ഒഡീസ എഫ്സിക്കെതിരെ നേടിയിട്ടുള്ള ഒരു വിജയം, നമ്മൾ ഇത്ര നാൾ ദുർബലരായുള്ള ടീമിനെതിരെ ജയിച്ചു എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം ശക്തരായിട്ടുള്ള അവരുടെ ഹ്യൂഗോ തോമസ് പുട്ടി ആ 2 പ്ലേയേഴ്സിൻ്റെ അഭാവം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫോറിൻ പ്ലേയേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. സോ അത് അങ്ങനെ ഒരു ടീമിനെതിരെ 3 പോയിന്റ്സ് സ്വന്തമാക്കാൻ സാധിച്ചത് ടീമിന് നല്ല രീതിയിൽ കോൺഫിഡൻസ് നൽകുന്ന കാര്യമായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.